ഇത്ര വലിയ കറുപ്പും മാറ്റണോ? ഇതാ നിങ്ങൾക്കൊരു എളുപ്പ മാർഗം. സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് വേണ്ടി നമ്മൾ പല മാർഗങ്ങളാണ് ചെയ്യാറുള്ളത്. വിപണിയിൽ കിട്ടുന്ന ക്രീമുകള്, പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അടുക്കളയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാം പുറകിന് പോയിട്ടുള്ളത്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ സ്കിൻ ഗ്ലോ നൽകാൻ സാധിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിന് വെട്ടിത്തിളങ്ങാനും നല്ല സ്കിന്നിന് ഗ്ലോ നൽകാനും, അതായത് കൊറിയക്കാരെ പോലുള്ള ഗ്ലോ കണ്ടിട്ടുണ്ടോ? ഒരു പാടോ ഒന്നുമില്ലാത്ത നല്ല തിളങ്ങുന്ന ചർമ്മം, അത് നമുക്ക് നേടിയെടുക്കാൻ വെറും 1 മിനിറ്റിൽ സാധിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ വെട്ടിത്തിളങ്ങാൻ ഇനി വിപണിയിൽ കിട്ടുന്ന കാര്യങ്ങളുടെ പുറകിന് പോയി പണം ഒന്നും കളയണ്ട. നമ്മുടെ അടുക്കളയിലുള്ള ഈ കാര്യം വെച്ച് ഒന്ന് ചെയ്തു നോക്ക്. സ്കിന്നിനുണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ്. എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകും. നമുക്ക് വേണ്ട കാര്യങ്ങൾ: ഗ്രീൻ ടീ ഉണ്ടല്ലോ, ഒരു 2 ടേബിൾ സ്പൂൺ 3 മണിക്കൂറോളം കുതിർത്തിട്ട് അത് നല്ല പോലെ അരച്ചെടുത്തതാണ് വേണ്ടത്. ഗ്രീൻ ടീ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ തേയിലപ്പൊടി ഉണ്ടല്ലോ, അത് 3 മണിക്കൂർ കുതിർത്തിട്ട് അത് വേണമെങ്കിലും അരച്ചെടുക്കാം. പക്ഷേ എന്നാൽ നമ്മുടെ ഗ്രീൻ ടീക്കകത്താണ് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉള്ളത്. സ്കിന്നിന് പെട്ടെന്ന് തന്നെ തിളക്കം വെപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഗ്രീൻ ടീയിൽ നിന്നാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. കടലമാവിൻ്റെ പൊടി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ബ്ലീച്ച് നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ്. മിക്സ് ആക്കി കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് ഫേസിലും കൈകളിലും കാലുകളിലും ഒക്കെ ഉപയോഗിക്കാം. എന്തായാലും ഇവിടെ ഞാൻ എൻ്റെ കൈകളിലിട്ടിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത്. കുറച്ചെടുക്കുക, എടുത്ത് ഇതുപോലെ തേച്ച് നല്ല പോലെ പിടിപ്പിക്കാം. അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം വെക്കണം. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് നല്ല ചേഞ്ചസ് കാണാൻ സാധിക്കും. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ പിഴിഞ്ഞ് ലെമണിൻ്റെ ആ ഒരു കൊന്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്തിട്ട് 1 മിനിറ്റ് വെച്ചിട്ട് പിന്നീട് തുടയ്ക്കുകയാണെങ്കിലും നല്ലതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച്. ഞാൻ തുടച്ച് മാറ്റുകയാണ്. തുടച്ചപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഒരു തുണിയുടെ വെച്ച് ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. അപ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ? മുന്നതിൽ നിന്ന് എന്തുമാത്രം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ? ഇതേപോലെ മാറ്റം നിങ്ങൾക്കും നേടാം. ഒന്ന് ചെയ്ത് നോക്കണേ. സംഭവം കിടുവല്ലയോ? ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്ന് ചെയ്തു നോക്കണേ. 100% നിങ്ങളുടെ സ്കിന്നിന് മാറ്റം നേടാൻ ഇതിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.